ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. പരീക്ഷ എല്ലാം കഴിഞ്ഞില്ലേ? എളുപ്പമുണ്ടായിരുന്നു പരീക്ഷ? എളുപ്പമുണ്ടായിരുന്നു അല്ലേ? ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ പോർഷൻസ് എല്ലാം എടുത്തു കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി മായപ്പൊന്മ എന്നുള്ള കവിത ആരെഴുതിയിട്ടുള്ളത്? എഴുത്തച്ഛൻ്റെ അല്ലേ? അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ ആ കവിത അർത്ഥം, വിപരീതം, പിന്നെ പര്യായം, അങ്ങനെ നാനാർത്ഥം, അർത്ഥവ്യത്യാസം, ഇതൊക്കെ ഞാനെല്ലാം എഴുതി തന്നിട്ടുള്ളതാണ്. അതൊന്നും കൂടി നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. ഒന്ന് നോക്കുക, തെറ്റ് എഴുതിയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഒന്നുകൂടി ശ്രദ്ധിച്ചിട്ട് കറക്റ്റ് ചെയ്തിട്ട് എഴുതി പോവാം. അപ്പോൾ എല്ലാവരും നോട്ട്ബുക്ക് എടുത്ത് വെക്കണം, നിവർത്തി വെക്കണം. എന്നാലേ ഞാൻ വായിക്കുമ്പോൾ നിങ്ങൾ എഴുതി ശരിയാണോ എന്നിട്ട് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം, വിപരീതം, പര്യായം ഒക്കെ എല്ലാവരും ഞാൻ വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ. വേഗം വേഗം ഞാൻ വായിച്ചു പോവും. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കണം, നോട്ട്ബുക്ക് നിവർത്തി വെക്കണം. മായപ്പൊന്മാൻ എന്നുള്ള കവിതയാണ്. അതിലത്തെ അർത്ഥം, വിപരീതം, പര്യായം ഒക്കെയാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചോളൂ, നോക്കിക്കോളൂ. കനകം എന്ന് പറഞ്ഞാൽ സ്വർണം, മൃഗം മാൻ, നൂനം നിശ്ചയം, ജഗത്പതി ലോകനാഥൻ, പടുത്വം സാമർത്ഥ്യം, യാതുധാനൻ രാക്ഷസൻ, ശരം എന്ന് പറഞ്ഞാൽ അമ്പ്, ആശ എന്ന് പറഞ്ഞാൽ എന്താണ്? ആഗ്രഹം, കാനനം എന്താണ്? കാട്, പൊന്മാൻ എന്ന് പറഞ്ഞാൽ എന്താ? പൊന്ന് എന്ന് പറഞ്ഞാൽ സ്വർണ്ണമാണ് അല്ലേ? പൊന്മാൻ എന്ന് പറഞ്ഞാൽ എന്താ? സ്വർണ്ണ നിറത്തിലുള്ള മാൻ. ബാണം എന്ന് പറഞ്ഞാൽ എന്താണ്? അമ്പ്. അവനി ഭൂമി. മന്ദമന്ദം എന്താ? പതുക്കെ പതുക്കെ. ഭയം പേടി. വൻമല വലിയ മല. മൈഥിലി സീത. ഈ പര്യായം നോക്കിക്കോളൂ. മാൻ്റെ പര്യായം എന്താണ്? ഇത് നമ്മൾ ഗാനം കേട്ട നേരം എന്നുള്ള എല്ലാ കവിതയിലും നമ്മൾ എഴുതിയിട്ടുള്ള പര്യായമാണ്. അത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്നാലും ഞാനൊന്ന് പറഞ്ഞുതരാം. മാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹരിണം, ഏണം. പിന്നെന്താ? അമ്പ്, ശരം, ബാണം. വില്ലെന്ന് പറഞ്ഞാലോ? ചാപം, ധനുസ്. ഭൂമി നമ്മൾ അവനിയുടെ അർത്ഥം എഴുതിയിട്ടുണ്ട്. അതിലിപ്പോൾ ഒന്നുകൂടി നമുക്കിപ്പോൾ ഭൂമിയുടെ പര്യായം ചോദിക്കുക വെച്ചാൽ അവനി എഴുതാം, ധര എന്ന് എഴുതാം, ധരിത്രി എന്ന് എഴുതാം. കുറേ പര്യായങ്ങളുണ്ട് ഭൂമിക്ക്. ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് എഴുതാം. രാക്ഷസൻ എന്ന് പറഞ്ഞാൽ എന്താണ് പര്യായം വരിക? നിശാചരൻ, യാതുധാനൻ. യാതുധാനൻ നമ്മൾ അർത്ഥത്തിൽ എഴുതിയിട്ടുള്ള മീനിങ്ങിൽ എഴുതിയിട്ടുണ്ട് രാക്ഷസന്. അപ്പോൾ രാക്ഷസന്റെ പര്യായം ചോദിക്കുകയാണെങ്കിൽ യാതുധാനൻ എന്ന് എഴുതാം. നിശാചരൻ, നിശ എന്ന് പറഞ്ഞാൽ എന്താ? നിശ എന്ന് പറഞ്ഞാൽ എന്താ? രാത്രി അർത്ഥം. നിശയിൽ ചരിക്കുന്ന രാത്രിയിലാണ് രാക്ഷസന്മാർ സഞ്ചരിക്കുക. അപ്പോൾ നിശാചരൻ എന്ന് പറഞ്ഞാൽ എന്താണ്? രാക്ഷസൻ. അർത്ഥം മനസ്സിലാക്കി പഠിക്കണം. അപ്പോഴാണ് നമുക്ക് മറക്കാതെ നമ്മുടെ മനസ്സിലിരിക്കുള്ളൂ. അപ്പം നോക്കൂ, കാട് എന്ന് പറഞ്ഞാൽ എന്താണ്? കാനനം, വനം. നെക്സ്റ്റ് നോക്കൂ, പിരിച്ചെഴുതുക. ബാണമേറ്റവനിയിൽ. എങ്ങനെ പിരിച്ചെഴുതുക? ബാണമേറ്റ് പ്ലസ് അവനിയിൽ. നമുക്കിങ്ങു, നമുക്ക് പ്ലസ് ഇങ്. മടിച്ചീടരുതേതും, മടിച്ചീടരുത് പ്ലസ് ഏതും. ആശ നാനാർത്ഥം എന്താ? ആശ എന്ന് പറഞ്ഞാൽ എന്താ? ആഗ്രഹം. നാനാർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു വാക്കിന് തന്നെ വ്യത്യസ്തമായിട്ടുള്ള അർത്ഥങ്ങൾ വരുന്നതിനാണ് നാനാർത്ഥം എന്ന് പറയുക അല്ലേ? ആശ എന്ന് പറഞ്ഞാൽ ആഗ്രഹം. പിന്നെ ദിക്ക് എന്നൊരർത്ഥമുണ്ട്. വിപരീതം നോക്കൂ. മന്ദം വിപരീതം എന്താണ്? മന്ദം എന്ന് പറഞ്ഞാൽ പതുക്കെ. പിന്നെ വിപരീതം എന്താ? ശീഘ്രം. മന്ദം ശീഘ്രം. സുഖം ദുഃഖം. പുണ്യം പാപം അല്ലേ? അർത്ഥവ്യത്യാസം നോക്കൂ. നൂനം എന്താ അർത്ഥത്തിൽ എഴുതിയിട്ടുണ്ട് നമ്മൾ? നിശ്ചയം അല്ലേ? നൂനത്തിന് അതേപോലെ വരുന്ന വേറൊരു വാക്കാണ് സൂനം. സൂനം എന്ന് പറഞ്ഞാൽ എന്താ? പുഷ്പം എന്നാണ് അർത്ഥം. കാനനം എന്താണ്? അതും അർത്ഥത്തിൽ എഴുതിയിട്ടുള്ളതാണ്, കാട്. ആനനം നിങ്ങളും പഠിച്ചിട്ടുള്ളതാണ്, ആനനം മുഖം അല്ലേ? അപ്പോൾ ഇതുവരെ നമുക്ക് ഇന്ന് നോക്കിയാൽ മതി. ക്വസ്റ്റ്യൻസ് ഞാൻ അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് പറഞ്ഞുതരാം. എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടില്ലേ ഞാൻ പറയണത്?
നോക്കി ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. എന്നാലും നിങ്ങൾക്ക് കറക്റ്റ് തെറ്റിയിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. ഇതുവരെ എഴുതിയിട്ടുള്ളത് എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടെസ്റ്റ് പേപ്പർ ഇതൊന്നും ടെസ്റ്റ് പേപ്പർ ഞാൻ എടുക്കും. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിച്ച് എഴുതണം. നോട്ട്സൊന്നും നമുക്കില്ലല്ലോ, ഓൾറെഡി നമ്മൾ എഴുതി കഴിഞ്ഞത് കൊണ്ട് ടെസ്റ്റ് പേപ്പർ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നല്ല ശ്രദ്ധിച്ച് എല്ലാവരും എഴുതാനും ശ്രമിക്കാം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. നന്ദി, നമസ്കാരം.